ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 37 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വചനത്തിൽ കാണുന്നത്. കർത്താവ് പീലാത്തോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഈ ലോകം ഐഹികമല്ല എന്ന കാര്യം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും സുപ്രധാനമായൊരു ചിന്ത ഇത് തന്നെയാണ്. നമ്മളാരും ഈ ലോകത്തിൽ സ്ഥിര താമസക്കാരല്ല എന്ന കാര്യം എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. നമ്മുടെ ലോകം കർത്താവിൻ്റെ അടുത്തേക്ക് എത്തുന്ന സ്വർഗരാജ്യമാണ് നമ്മുടെ ലോകം. ആ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എപ്പോഴും സ്വർഗത്തെപ്പറ്റി ചിന്തിക്കുക, സ്വർഗരാജ്യത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. ഇന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഭാരത പ്രവേശന തിരുനാളും പരിശുദ്ധ അമ്മയുടെ സമർപ്പണ തിരുനാളും നമ്മൾ ആഘോഷിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ, ഈ വിശുദ്ധാത്മാക്കൾ നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയൊരു മാതൃകയുണ്ട്. ഇവരൊക്കെ സ്വർഗത്തെ പറ്റി ചിന്തിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് തീർത്തവരാണ്. നമുക്കും അതുപോലെ ജീവിച്ച് തീർക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ.